ഹായ് മക്കളെ, നമ്മൾ 9ാം ക്ലാസ്സിലെ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ അപവർത്തനം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളതാണ് വാട്ട് ഈസ് റിഫ്രാക്ഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെഫിനേഷൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം: വെൻ എ റേ ഓഫ് ലൈറ്റ് enters obliquely from one medium to another medium of different optical density, it undergo deviation at the surface of separation between the two media. This phenomena is known as refraction. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നോക്കുക, ഇവിടെ രണ്ട് മീഡിയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്, എയർ ആൻഡ് വാട്ടർ. നിങ്ങൾക്ക് മനസ്സിലാകും ഈ റേ ഓഫ് ലൈറ്റ് എങ്ങനെയാണ് ഈ മീഡിയത്തിൽ വന്ന് പതിച്ചിരിക്കുന്നത്, ഒബ്ലിക്കലി ആണ് അല്ല. ഇപ്പൊ പ്രകാശിക സാന്ദ്രത വ്യത്യാസമുള്ള രണ്ട് മാധ്യമങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം ചരിഞ്ഞ് പതിക്കണം. ഒബ്ലിക്കലി പതിക്കുമ്പോൾ ഈ സർഫസിൽ വെച്ചിട്ട് പ്രകാശത്തിന് ഒരു ചരിവ് വന്നിട്ടുണ്ട് അല്ലെ, ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫിനോമിനയാണ് നമ്മൾ പ്രകാശിക അപവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ലൈറ്റ് ചരിഞ്ഞ് പതിക്കുന്ന സമയത്താണ് ഈ റിഫ്രാക്ഷൻ എന്ന ഫിനോമിന നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ലൈറ്റ് ഇപ്പോൾ നോർമൽ ആയിട്ടാണ്. ഇപ്പോൾ രണ്ട് മീഡിയം ടീച്ചർ എടുക്കുകയാണ്, അതായത് ഇത് എയർ, വാട്ടർ. ഓക്കെ, ഈ രണ്ട് മീഡിയം എടുക്കുകയാണെങ്കിൽ പ്രകാശം ചരിഞ്ഞ് പതിക്കാതെ എന്താണ്, യാതൊരു ചരിവുമില്ലാതെ ഇൻസിഡന്റ് നോർമലി, അതായത് നേരെ ലംബമായിട്ടാണ് പതിക്കുന്നതെങ്കിൽ അതിന് യാതൊരു വ്യതിയാനവും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതാണ് അടുത്തൊരു പോയിന്റ് നമ്മൾ നോക്കേണ്ടത്. ഇഫ് ദർ ഇസ് നോ ഡീവിയേഷൻ, എപ്പോഴാണ് ദ ലൈറ്റ് ഇൻസിഡന്റ് നോർമലി. ഓക്കെ, ലംബമായി പതിക്കുന്ന പ്രകാശത്തിന് യാതൊരു വ്യതിയാനവും സംഭവിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ റിഫ്രാക്ഷൻ അഥവാ അപവർത്തനം എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞല്ലേ. വ്യത്യസ്തമായിട്ടുള്ള പ്രകാശിക സാന്ദ്രതയുള്ള മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ഓക്കെ, ഇതാണ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ദ എബിലിറ്റി ഓഫ് എ മീഡിയം ടു ഇൻഫ്ലുവൻസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ത്രൂ ഇറ്റ്. അതായത് ഒരു മാധ്യമത്തിൽ കൂടെ പ്രകാശം സഞ്ചരിക്കുകയാണെങ്കിൽ ആ മാധ്യമത്തിന് പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാൻ ഒരു കഴിവുണ്ട്. ആ കഴിവിനെ, ആ എബിലിറ്റിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഇങ്ങനെയാണ് അതിൻ്റെ ഓർഡർ. ഈ ഓരോ മീഡിയം, ഈ ഓരോ മാധ്യമത്തിലും പ്രകാശത്തിന്റെ വേഗത ഓരോന്നാണ്, വ്യത്യസ്തമാണ് അല്ലെ. ഏറ്റവും കൂടുതൽ വേഗത നമുക്ക് കാണാൻ കഴിയും എയറിലാണ് അല്ലെ, അതിനുശേഷം വാട്ടർ, ദെൻ ഗ്ലാസ്, ഡയമണ്ട്, ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമുക്ക് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും ലൈറ്റിന്റെ സ്പീഡും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, നമുക്ക് അടുത്തതായിട്ട് അത് നോക്കാം. ഇതാ ഇവിടെ നോക്കിക്കോളൂ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലോവർ ഇൻ എ മീഡിയം ഓഫ് ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ എപ്പോഴും ലൈറ്റിന്റെ സ്പീഡ് കുറവായിരിക്കും. ഓക്കെ, ഇത് നേരെ തിരിച്ചത് ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ സ്പീഡ് ഓഫ് ലൈറ്റ് will be higher in a medium of lower optical density. അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ എന്തായിരിക്കും, പ്രകാശത്തിന്റെ വേഗത കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഓർഡർ നമുക്ക് എഴുതാൻ പറ്റും. നോക്കാം, ഇവിടെ നോക്കുക, ഇൻക്രീസിങ് ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന ക്രമം. നമുക്കറിയാം ഇൻക്രീസിങ് ഓർഡർ പറയുമ്പോൾ പ്രകാശിക സാന്ദ്രത കൂടുന്നിടത്ത് ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും അല്ലെ. അപ്പോൾ ഇവിടെ നോക്കുക, തിരിച്ചാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എയർ എടുക്കുകയാണെങ്കിൽ അവിടെ നമുക്കറിയാം ലൈറ്റിന്റെ സ്പീഡ് എന്താണ്, ഏറ്റവും കൂടുതലാണ്. അപ്പോൾ പ്രകാശിക സാന്ദ്രത അവിടെ കുറവായിരിക്കും. അതിനുശേഷം വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട്, ഈ ഒരു ഓർഡറിലാണ് അതിന്റെ ഇൻക്രീസിങ് ഓർഡർ വരിക. ഇൻ കേസ് നിങ്ങൾക്ക് ഡിക്രീസിങ് ഓർഡർ ആണ് അഥവാ അവരോഹണ ക്രമമാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം വജ്രം എഴുതണം, ദെൻ ഗ്ലാസ്, ജലം, വായു, ഇങ്ങനെയായിരിക്കണം എഴുതേണ്ടത്. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ള ഇമ്പോർട്ടൻറ്റ് ടേമാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. എന്താണ് അപവർത്തനാങ്കം? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അത് നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കണം. N=C/V. N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇതിന്റെ ഇക്വേഷൻ C/V. C എന്ന് പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദി മീഡിയം. അതായത് ഏത് മാധ്യമത്തിലൂടെയാണോ ലൈറ്റ് പോകുന്നത് അതിന്റെ വെലോസിറ്റി, അതിന്റെ പ്രവേഗമാണ് V എന്ന് പറയുന്നത്. ലൈറ്റിന്റെ സ്പീഡ്, ശൂന്യതയിലുള്ള പ്രകാശത്തിന്റെ വേഗതയാണ് C എന്ന് പറയുന്നത്. അപ്പോൾ ഈ റേഷ്യോ എപ്പോഴും ഏതൊരു മാധ്യമത്തിനും അല്ലെങ്കിൽ ഏതൊരു മീഡിയത്തിനും കോൺസ്റ്റന്റ് ആയിരിക്കും. സിയുടെ വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്.
ഓക്കെ, ഇനി നമുക്ക് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള ബന്ധം നോക്കാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ ഇതാണ് ബന്ധം നോക്കുക. സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ എ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അതായത് കൂടുതൽ അപവർത്തനാങ്കം അല്ലെങ്കിൽ ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരുന്നിടത്ത് അവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ മൈൻഡിൽ വെക്കണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയാലും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയാലും പ്രകാശിക സാന്ദ്രത കൂടിയാലും അതുപോലെ തന്നെ അപവർത്തനാങ്കം കൂടിയാലും ലൈറ്റിന്റെ സ്പീഡ് അവിടെ എന്തായിരിക്കും? എപ്പോഴും കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നമ്മുടെ മൈൻഡിലാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ് നോക്കാം. ഇവിടെ നോക്കുക. If the refractive index of a diamond is 2.4, what is the speed of light pass through it? അതായത് വജ്രത്തിന്റെ അപവർത്തനാങ്കം 2.4 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതുക എന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കാം, സി എന്ന് പറയുന്നത് 2.4 ആണ്. അത് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സി അല്ല, എൻ എന്ന് പറയുന്നത്. സി എന്ന് പറയുന്നത് എന്താണ്? പ്രകാശത്തിന്റെ വേഗതയാണ് അല്ലേ. അപ്പോൾ സി നമുക്കറിയാം 3 × 10⁸ ആണ്. അപ്പോൾ എന്നും സിയും അറിയാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? വി ആണല്ലേ. അതായത് ആ വജ്രത്തിൽ കൂടെ നമ്മുടെ മാധ്യമം ഏതാണോ അതിൽ കൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. അപ്പൊ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്ത് എഴുതുക. N = C/V. ഇതിൽ നിന്ന് നമുക്ക് വി ആണ് കണ്ടുപിടിക്കേണ്ടത്. V = നമ്മുടെ ഇക്വേഷൻ മാറുന്നത് C/N എന്നായിട്ട് മാറുന്നു. അപ്പോൾ സി നമ്മുടെ കയ്യിലുണ്ട് 3 × 10⁸ ആണ്. ബൈ N എന്താണ്? നമുക്ക് വജ്രത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് 2.4. അപ്പൊ ഇവർ തമ്മിൽ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് 1.25 × 10⁸ m/s. ഓക്കെ, ഇനി നമുക്ക് ഇത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ രണ്ട് ക്വസ്റ്റ്യൻസ് കൂടി ചെയ്യാം. ഇതാ ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് മീഡിയവും അതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് മീഡിയത്തിലായിരിക്കും സ്പീഡ് ഓഫ് ലൈറ്റ് മാക്സിമം വരുന്നതെന്നാണ്. നമുക്ക് ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് നോക്കിയാൽ നമുക്കറിയാം, റിലേഷൻ അറിയാം അല്ലേ. സ്പീഡ് ഓഫ് ലൈറ്റ് കൂടുന്നത് അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുന്നത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറയുന്നിടത്താണ്. അതായത് അപവർത്തനാങ്കം കൂടുമ്പോൾ ലൈറ്റിന്റെ സ്പീഡ്, പ്രകാശത്തിന്റെ വേഗത കുറയും. നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ അപവർത്തനാങ്കം ഏറ്റവും കുറവ് വരുന്നത് ജലത്തിനാണ്, വാട്ടറിനാണ് അല്ലേ. അതിന്റെ വാല്യൂ എത്രയാണ്? 1.33. അതിൽ കൂടുതലാണ് മറ്റെല്ലാ വാല്യൂസും. അപ്പൊ നമുക്ക് മനസ്സിലാകും സ്പീഡ് ഓഫ് ലൈറ്റ് ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറഞ്ഞിട്ടുള്ള, അപവർത്തനാങ്കം കുറഞ്ഞിട്ടുള്ള വാട്ടർ ആണെന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നീടുള്ള അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കുക. എന്താണ്? ലൈറ്റ് ഗ്ലിസറിൽ നിന്നും സൺഫ്ലവർ ഓയിലോട്ടാണ് വരുന്നതെങ്കിൽ അവിടെ റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം നടക്കുമോ? ഈ ക്വസ്റ്റ്യൻ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടിന്റെയും നോക്കുമ്പോൾ നമുക്ക് കിട്ടും ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന് യാതൊരു വ്യത്യാസമില്ല. രണ്ടിലും 1.47 തന്നെയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും റിഫ്രാക്റ്റീവ് ഇൻഡെക്സോടെ വ്യത്യാസമില്ലെങ്കിൽ പ്രകാശത്തിന്റെ വേഗതയ്ക്ക്, സ്പീഡ് ഓഫ് ലൈറ്റിനും എന്തില്ല? വ്യത്യാസമില്ല. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് നടക്കില്ല? അതെ, റിഫ്രാക്ഷൻ നടക്കില്ല. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നില്ല? റിഫ്രാക്ഷൻ നടക്കുന്നില്ല. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും സ്പീഡ് ഓഫ് ലൈറ്റും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൂടി ഒന്ന് നോക്കാം. എന്താ ഇവിടെ രണ്ട് മീഡിയം കൊടുത്തിട്ടുണ്ട്. രണ്ട് മീഡിയത്തിൽ നിന്നും ഇവിടെ നോക്കാം, എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്നും മീഡിയം 1 ലൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എയർ എന്ന് പറഞ്ഞ മീഡിയത്തിൽ നിന്നും മീഡിയം 2 എന്ന് പറഞ്ഞ മീഡിയം 2 പ്രകാശം വരുന്നുണ്ട്. ഇവിടെ നോക്കാം, ഒന്നാമത്തെ മീഡിയത്തിൽ നമുക്കറിയാം എന്താണ്? 20 അവിടെ ഡിഗ്രി എന്ന് പറയുന്നത്. രണ്ടാമത്തതിൽ 30 ഡിഗ്രിയാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ളത് ഇതിനകത്ത് ഏത് മീഡിയമാണ്? ഒന്നാമത്തെ മീഡിയം 1 ഇവിടെയുണ്ട്, മീഡിയം 2 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമം എന്താണ്? നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഡെൻസർ ആയിട്ടുള്ള മീഡിയത്തിൽ നിന്നും റെയറർ മീഡിയത്തിലോട്ട്, റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ കേട്ടോ, തിരിച്ചാണ്. റെയറർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലോട്ട് ലൈറ്റ് വരുമ്പോൾ എന്താണ് സംഭവിക്കുക? അവ നോർമലിനോട് അടുക്കുന്നു അല്ലേ. ഇറ്റ് ഡീവിയേറ്റ് ടുവേഴ്സ് നോർമൽ. അപ്പോൾ അവിടെ ആംഗിൾ എന്തായിരിക്കും? ആംഗിൾ കുറവായിരിക്കും അല്ലേ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 20 ഡിഗ്രിയും ഉണ്ട്, ഇത് 30 ഡിഗ്രിയും ഉണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും 20 ഡിഗ്രി വരുന്ന ഈ മീഡിയം 1 എന്ത്? ഹയർ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? മീഡിയം 1 ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അടുത്തതിൽ കാണാം. നോക്കുക, മീഡിയം 1 ആണ്. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ച കാര്യമാണ്. വെൻ ലൈറ്റ് എൻറ്റേഴ്സ് ഫ്രം ഒപ്റ്റിക്കലി റെയറർ മീഡിയം ടു ഡെൻസർ മീഡിയം.
അല്ലെ, പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്നും കൂടിയ മാധ്യമത്തിലോട്ട് പ്രകാശം ചരിഞ്ഞ് സഞ്ചരിക്കുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുക? ഇറ്റ് ഡീവിയേറ്റ് ടുവേഴ്സ് നോർമൽ, അല്ലെങ്കിൽ ലംബത്തോടടുക്കുന്നത്. ലംബത്തോടടുക്കുന്ന കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നാമത്തെ ഇമേജിലാണ് അല്ലെ. അപ്പൊ 20 ഡിഗ്രിയാണ് കുറച്ചുകൂടി ലംബത്തിലോട്ട് അടുക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും മീഡിയം 1 ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലുള്ളത് എന്ന് നമുക്ക് കിട്ടും. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നോക്കുക. ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഏറ്റവും അപവർത്തനാങ്കം കൂടുതലുള്ള മീഡിയം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പം നമുക്കറിയാം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും എപ്പോഴാണോ കൂടുന്നത് അവർ തമ്മിൽ കൂടുന്ന സമയത്ത് ലൈറ്റിന്റെ സ്പീഡ് എപ്പോഴും കുറയണം. അപ്പോൾ ഇവിടെ നോക്കുക, നമുക്ക് മീഡിയം 1 തന്നെയാണ് ഗ്രേറ്റർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയാൻ സാധിക്കും. അതിന്റെ റീസൺ നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ നോക്കുക, അതായത് എന്താണ് മീഡിയം 2 തന്നെയാണ്. കാരണം സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ഇൻ മീഡിയം ഓഫ് ഹയർ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നേരത്തെ പറഞ്ഞു തന്നെയാണ്, അപവർത്തനാങ്കം കൂടുതലുള്ള മാധ്യമത്തിൽ പ്രകാശവേഗം കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക.